ഹല്ലേലൂയ. മകളെ നീ വിടാതെ എന്തോ ഹല്ലേലൂയ പിടിച്ചു വെച്ചിട്ടുണ്ട്. ദൈവാത്മാവ് പറയുന്നു അത് വിട്ടുകളയണം. ഹല്ലേലൂയ. പൂർണ്ണമായി വിട്ടുകളയുമ്പോൾ ഓ റാഗ റഗതര റത്തുന റഗതന അന്തലപ്രവരക റൈഡപ്രവരക അർത്ഥവരുക്ഷവർ ആദിൽ കഥകര ഘടക അറിവിരി അടച്ചവര ഘടകവർ അന്തൽ കടക. മനോഹരമായ നല്ല ഹല്ലേലൂയ ഗോൾഡൻ പ്ലേറ്റിംഗ് ഒക്കെ ചെയ്ത ഒരു പേഴ്സ് ഹല്ലേലൂയ നിന്റെ കയ്യിൽ വരുന്നത് പോലെ പ്രത്യേക ചില അനുഗ്രഹങ്ങൾ വെളിപ്പെട്ടു വരുവാനിടയാകും. ഏൽപ്പിച്ചു കൊടുക്കാമോ? ഉടയാ അറകര ആർച്ചയിവനെ അന്തരകരകര കർഷപ്രവരക അർത്ഥനാറികതന അടയാ റഗതന അടരമടക്കവർ ഏതക രാജകർ അന്തൽ കടക. അടകാതവര സ്റ്റേജിന്റെ ഒക്കെ ഹാലയിൽ കട്ടനിട്ട് കഴിഞ്ഞാൽ എൻ്റെ താഴത്തെയൊക്കെ പറന്നു പോകാതിരിക്കാൻ ഹല്ലേലൂയ അതിനകത്തൊരു ഇരുമ്പ് പൈപ്പ് വെച്ചേക്കും. ഇതുപോലെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മറ മാറിപ്പോകാതിരിക്കാൻ ദുഷ്ടനാകുന്നവൻ ആരെ ബലമായി പിടിച്ചു വച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ നീ ആത്മാവിൽ ശക്തിപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്ക. അഭിഷേകം ആ മുഖത്തെ തകർക്കും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. മുന്നോട്ട് വിടാതെ പുറകോട്ട് പിടിക്കുന്ന ആ രണ്ട് മേഖലകൾ കക്ഷത്തിലിരിക്കുന്നത് കളഞ്ഞിട്ട് ഏറ്റവും ശ്രേഷ്ഠമായതിനെ കാംക്ഷിച്ചുകൊണ്ട് ആലയിൽ മുന്നോട്ട് ഓടുമെങ്കിൽ പുറകോട്ട് പഠിക്കുന്ന പൈശാചിക ശക്തിയെ തകർത്തുകൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അജവര പക്ഷി പ്രവാരക റൈഡേ റവരി അടരകടക്കവർ ഏതക രാജകർ അസ്തൽ കറുകര അർത്ഥനാറികതര അന്തലപ്രവര ബൗറേറവരെ അത്തുൽ കറുകര. കസേരയിൽ ഇരിക്കുന്ന ഒരാളിനെ ദൈവാത്മാവ് കാണിക്കുന്നു. ഹല്ലേലൂയ. കസേരയിൽ കെട്ടിവെച്ചിരിക്കുന്ന പോലെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുകയാണ്. ഹല്ലേലൂയ. ജീസസ്. മുന്നോട്ട് വിടാതെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്നു. അഥവാ ഒരു ഉയർച്ച വരികയില്ലെന്ന് വാദിക്കുമ്പോൾ, ജീവിതത്തിൽ ഒരു മുന്നേറ്റം വരികയില്ലെന്ന് വാദിക്കുമ്പോൾ കെട്ടിയിരുത്തിയിരിക്കുന്ന ആ പൈശാചികന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ യേശുവിന്റെ ശക്തി ഇറങ്ങി വരും. ഇരിക്കുന്ന വ്യക്തിയെ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിലവിളിക്കാൻ കഴിയുമോ? നിലവിളിയുടെ മുമ്പിൽ യേശു ഇറങ്ങി വരും. ജീസസ്. വിഷയാചിച്ചുകൊണ്ടിരുന്ന തിമായുടെ മകനായ ഭർത്തിമായി നിലവിളിച്ചു. മുന്നടക്കുന്നവർ പറഞ്ഞു ഉണ്ടാകിരിയണം. പക്ഷെ അവൻ നിലവിളി വിട്ടില്ല. നിലവിളിയുടെ മുമ്പിൽ യേശു നിന്നു. പറഞ്ഞു ഉടനെ വിളിക്കാൻ. ഇതുപോലെ ഹാലയിൽ നിലവിളിച്ചാൽ യേശു ഇറങ്ങി വരും. ഹാലയിൽ നിങ്ങളെ വിടുവിക്കും. ജീസസ്. റഖന ഹനഹസി അൽക്കന ഹഷിയ റഗത്തുന അമ്പൽക്കന മസി മറുഖമാനിയ നാദുന നാദുന ജഗതു ഞൊത്തുറു ബുലുക്കൊട്ടുകുമോ അർത്തുന നഗതന ഹജീന ഹച്ചിനാദിയ അർത്ഥച്ചനി ഹനംബരാദിയായ ദൗറ ഖബാന ഘടകവർ അത്തുനി ബൗറ കറകൻ അർത്ഥന ക്ഷിബനി ഘടകവർ ആ ഗില ഘടകവരാതി അക്കന അർഗന അമ്പൽ കടകൻ അർത്ഥപ്രവരക റൈഷേരിവനെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അർത്ഥന റീഗൽ കറുകര അർത്ഥേരിവനെ അർത്ഥപ്രവര റീബൽ കറുകര അർത്ഥാരിവര അന്തൽ പ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഓ റിയ റബാറിയ റവൽക്കന ബറുഖബ റഗൽക്കന ബറുഖബര അർത്ഥവരാധകർ അന്തൽ കടകര. പാരമ്പര്യമായി നിന്ന് പോരാടി നിന്ന ആ പാരമ്പര്യ ശക്തിയുടെ പഴയ കൂടാരത്തിലേക്ക് ഒരു തീ ഇറങ്ങി വരുന്ന കാഴ്ച ദൈവാത്മാവ് കാണിക്കുകയാണ്. ഇന്ന് പകൽ പാരമ്പര്യമായി മുന്നോട്ട് വിടാതെ പുറകോട്ട് പിടിച്ചുകൊണ്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ചില ശക്തികളുടെ മേൽ എൻ്റെ യേശുവിൻ്റെ അഗ്നിയുടെ കരം വെളിപ്പെടുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഉടയന ഘടകര ഘടകാറകര അർത്ഥന അതിനകത്തുനിന്ന് വിടുകയില്ലെന്ന് പറഞ്ഞ് വാദിച്ചു നിൽക്കുന്ന മേഖല ഇന്ന് പകൽ യേശുവിൻ്റെ അഗ്നിയുടെ കരം ഇറങ്ങി അതിനെ കത്തിക്കുമ്പോൾ ദൈവപ്രവൃത്തി ശക്തിയോടെ
വെളിപ്പെടുന്നു. ആർത്തിയുള്ളവർ ഏറ്റെടുത്ത് ഏൽപ്പിക്കട്ടെ. അടകര ശക്തിയോടെ കേട്ട് ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്കട്ടെ. അന്തൽപ്രവരെ റൈഡേറവരി അറുകാറകതര ഹത്തുര ദീന ദഗന ജഗതന ഹദിന അർത്ഥന വിഗതന അന്തൽപ്രവര നീവാറവര റീവൽക്കറുവേ വൽക്ഷേപരക ദീന എന്നൊരു പേര് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഉടയാറകര അൽക്കാറിവര അന്തൽപ്രവരെ വൈഡേ റവരെ ഹതര ഘടക്കവരേതകനാതുക അന്തൽപ്രവരക റൈഡേ റവരെ മകളിൽ നിന്ന് വലിയ വെള്ളച്ചാട്ടം ചാടി ഇറങ്ങി വരുന്നത് പോലെ പൈശാചിക ശക്തികൾ ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നായി നിന്റെ ജീവിതത്തിന് നേരെ വെള്ളച്ചാട്ടം പോലെ ഇറങ്ങി വന്ന് അടകാറകര ദുരിതത്തിലാക്കുന്നു എന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. അടവാറവര ഹത്തുല മധുര അന്തൽപ്രവര നന്ദി പരിശുദ്ധാത്മാവേ റൂഡാറവര അടകര ഘടക അടകാറിവര അർത്ഥാറിവര അന്തൽപ്രവര താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നാൽ അതിനകത്തു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ശക്തമേറിയ ഒരു ദൈവ സാന്നിധ്യം ചെങ്കടലിനെ പിളർന്നതുപോലെ ഒരു ദൈവശക്തി ഇറങ്ങി വരും. നീ ഹാലേലൂയ ദൈവസന്നിധിയിൽ ഇരുന്ന് യേശുവിന്റെ പാദത്തിൽ ഇരുന്ന് നിലവിളിക്കട്ടെ. ഇപ്പോൾ അടയാളം, ഇപ്പോൾ നിന്റെ തോളിൽ ഒരു കരസ്പർശനം വരുന്നുണ്ട്. ജീസസ് അസുരേ റവരേ ഹന്തൽ പ്രവര റൈഡേ റവരേ ഹന്തൽ പ്രവര റൈഡേ റവരേ ഘടകാരികര അർത്ഥപ്രവര റൈഡപ്രവന റംഷേ റവന അർഖാനികര റിഗതര ഘടകര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ യേശുവേ. നന്ദി 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 പിതാവേ. നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അല്ലേ നമുക്കറിയാം ഇപ്പൊ എല്ലാം വള്ളങ്ങളെല്ലാം ചെറിയ മോട്ടർ വെച്ചതാ. പഴയ പോലെ തുഴ കൊണ്ട് തുഴഞ്ഞു പോകുന്ന വള്ളങ്ങൾ വളരെ കുറേ. ചെറിയ തോട്ടിലും ചെറിയ നദികളിലേ ഉള്ളൂ. അല്ലാത്തതെല്ലാം മോട്ടർ പഠിപ്പിച്ച. എന്നാൽ ചില സമയത്ത് ഒന്നുകിൽ മോട്ടറിനകത്തെ ഡീസലോ പെട്രോളോ തീരുകയോ കേടുവരികയോ ചെയ്താൽ വലിയ നദിയുടെയോ അല്ലെങ്കിൽ കായലിലോ ആണെങ്കിൽ ഇത് ഒഴുകി നടക്കും. ജീസസ് ഹല്ലേലൂയ. കാരണം കാറ്റടിക്കുമ്പോൾ അത് അതിനിഷ്ടമുള്ള വഴിയിലേക്ക് ഒഴുകിപ്പോകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇങ്ങനെ ലക്ഷ്യം തെറ്റി ഒഴുകി നടക്കുന്നത് പോലെ ആരെയോ ദൈവാത്മാവ് കാണുകയാണ്. അൽക്കര അറകതര അന്തരപ്രവര. എന്നാൽ ഹല്ലേലൂയ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ട് അതിനെ വള്ളത്തെ പിടിച്ചു നിർത്തുന്ന പോലെ നിർത്തിയിട്ട് റൂഡാറവര അതിന്റെ റൂട്ട് മാറ്റിയിട്ട് സ്തോത്രം ഹല്ലേലൂയ മറ്റൊരു ദിശയിൽ കൊണ്ട് എത്തിക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാ കാണിക്കുകയാണ്. ജൂഡാപരക പൗറാറവര അടകര ഘടക ലക്ഷ്യം തെറ്റിപ്പോയെങ്കിലും യെസ് ഹല്ലേലൂയ ആ ഒഴുക്കിലിന്റെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് ശിഷ്യന്മാർ നിലവിളിച്ചു. യേശുവിനെ ഉണർത്തി. മറ്റൊരു ഭാഗത്ത് നിലവിളിച്ചു. യേശു കടലിന്മേൽ നടന്നു വന്നു. ജീസസ് അതെ കടലിന്മേൽ നടന്നു വരുന്നു. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ കൂടെ ഉണ്ടായിട്ടും ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് വിചാരിച്ച് നിലവിളിക്കുന്നെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന യേശു ജീസസ് ആ ലക്ഷ്യമില്ലാത്ത യാത്രയെ ശാസിച്ച് അവിടെ നിർത്തിയിട്ട് തൻ്റെ പ്രഭാവത്താൽ തൻ്റെ സാന്നിധ്യത്താൽ അവിടെ നിർത്തിയിട്ട് കറക്റ്റ് റൂട്ടിലേക്ക് തിരിച്ചുവിടുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നന്ദി പരിശുദ്ധാത്മാവേ. റഖന ഹസിയ റഹതുനാദിയാലക ആൽകമനമശാന്തനാരികൾ ഘടകര ഘടകാരികതര അർത്ഥനാരികതര അന്തലപ്രവര. Thank you, Holy Spirit.
നിങ്ങളിവിടെ പാടി ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് ശക്തമായ ഒരു ദർശനം വെളിപ്പാട് കാണിച്ചത്. ഹല്ലേലൂയ. സാധാരണ ഞങ്ങളുടെ കൗൺസിലേഴ്സിനെ കാണാറുണ്ട്, എന്നാൽ ഇന്ന് അതങ്ങനെയല്ലായിരുന്നു. ഹല്ലേലൂയ. ആ സാധാരണ കാണുന്നതിനേക്കാൾ വലിയ വലിപ്പമുള്ള ഹല്ലേലൂയ ഗ്ലാസിന്റെ ടോപ്പ് പോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു ടേബിള്, അതിന്റെ അതിന്മേൽ ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കസേരകളുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒന്ന് മനസ്സിലായി, അത് ഞങ്ങളുടെ ലോക്കൽ കൗൺസിലേഴ്സ് അല്ല, മറിച്ച് അത് യേശു തൻ്റെ കൗൺസിലേഴ്സുമായി ഇരിക്കുന്ന ഒരു അനുഭവം എന്ന് ഹല്ലേലൂയ ആത്മാവിന്റെ ഉള്ളിൽ ബോധ്യപ്പെടുത്തേ. കാരണം ഇന്ന് ആദ്യമായിട്ട് അങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുക മേശപ്പുറത്ത്. ആ കസേരകളെല്ലാം ഇങ്ങനെ ശക്തമായി പ്രകാശിക്കുകയാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. താങ്ക് യു ജീസസ്. Thank you, Holy Spirit. Oh, hallelujah. അത് കഴിഞ്ഞ് ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പൊ ചോദിക്കും, സ്വർഗത്തിലെ ദൈവാലയം കണ്ടിട്ടുണ്ടോ? നോ. പക്ഷെ ആത്മാവിൽ കാണുകയാണ്. തേജസ്സോടെ അതിങ്ങനെ നിൽക്കുന്ന ജീസസ്. തേജസ്സോടെ. ഹല്ലേലൂയ. ഇതെല്ലാം വിളിച്ചു പറയുന്നത് ഇതൊക്കെ വെളിപ്പെടാനുള്ള സമയം അടുത്തു. ജീസസ്. ഇതൊക്കെ വെളിപ്പെട്ട് വരുവാനുള്ള സമയം അടുത്തു. പ്രിയമുള്ളവരെ, നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി. പരിശുദ്ധാത്മാവേ, തുടർന്ന് അങ്ങ് സംസാരിക്കണമേ. കേൾക്കുന്ന ഓരോരുത്തരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ഉള്ളത്തെ സ്പർശിക്കണമേ. ശക്തമേറിയ ഒരു ആത്മസാന്നിധ്യം ഓരോരുത്തരുടെ മേൽ വെളിപ്പെടണമേ. ഭാരത്തോടെ ഇരിക്കുന്നവർ, വേദനിക്കുന്നവരൊക്കെ ആശ്വാസം പ്രാപിക്കട്ടെ. എന്റെ യേശുവിനെ ആശ്വസിപ്പിക്കുന്ന കരം ഓരോരുത്തരെയും തൊടണമേ. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കും. ഞങ്ങളുടെ തൃക്കരങ്ങളിൽ സമർപ്പിക്കും. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ. സന്തോഷമുള്ളവരിയ്ക്കുന്ന ഇടത്തുനിന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ കർത്തൃ ദിവസത്തിൽ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിനെ ബലപ്പെടുത്തി ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഫേസ്ബുക്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരും യൂട്യൂബിലും കേൾക്കുന്ന പ്രിയമുള്ളവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. യൂട്യൂബിൽ ഇല്ലാതെ അല്ലാതെ കേൾക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആഴ്ചയിൽ ഇടയ്ക്ക് 2-3 ദിവസം കൂടെ ചെറിയൊരു സന്ദേശങ്ങൾ വരുന്നതായിരിക്കും. സ്തോത്രം. നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ സ്തോത്രം ആ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതും ഒരു സുവിശേഷ വേലയാണ്. ജീസസ്. ഹല്ലേലൂയ. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് കൈമാറും. ഈ പറയുന്ന ദൂതുകൾ ഒരു വേള ചിലപ്പോൾ നിങ്ങൾക്കല്ലായിരിക്കും, പക്ഷേ ആ ദൂത് വേണ്ടിയവർ ഉണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാമത്തെ വാക്യം. 3 വാക്യം അതിനകത്തുള്ളൂ. ഹല്ലേലൂയ. അറിയാവുന്നൊരു പേര് പറഞ്ഞു, കാണാതെ പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും അറിയാം. യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. താൻ സ്നേഹിച്ചിരുന്ന മാർത്ത, മറിയ, ലാസർ. ഹല്ലേലൂയ. ഈ കുടുംബത്തിലെ ഹല്ലേലൂയ ഒരു സഹോദരിമാർക്ക് ഒരാൺതുണയായിരുന്ന സഹോദരൻ ഹല്ലേലൂയ സ്തോത്രം ദീനം വന്നു മരിച്ചുപോയി. ജീസസ്. യേശു മറ്റൊരു സ്ഥലത്ത് തൻ്റെ പ്രവർത്തനത്തിൽ ഇരുന്നപ്പോൾ അവിടെ ഒരാൾ വന്ന് പറഞ്ഞു, യേശുവേ, നിന്റെ സ്നേഹിതൻ
ലാസർ ദീനമായി കിടക്കുന്നു എന്നാവുന്ന ആൾ വന്ന് പറഞ്ഞത്. ജീസസ്. ഹല്ലേലൂയ. അപ്പോ യേശു പിന്നെയും അവിടെ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്തു. ജീസസ് പോയില്ല. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ലാസർ ദീനമായി കിടക്കുന്നു, നമുക്ക് അങ്ങോട്ട് പോകണ്ടേ? സ്വന്തം യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ഇത് ദൈവനാമം മഹത്വപ്പെടുവാനാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം യേശു ബെഥാന്യയിൽ ചെല്ലുമ്പോഴേക്കും ലാസറിനെ അടക്കി 4 ദിവസമായി. ഗ്രാമവാതിക്കൽ നിന്നപ്പോൾ തന്നെ യേശു വന്നു എന്ന് മാർത്ത, സഹോദരിമാരിൽ ഒരാളായ മാർത്ത ആണെങ്കിൽ ജീസസ് ഓടി കർത്താവിന്റെ അടുക്കൽ. അവർ തമ്മിലൊരു ദീർഘ സംഭാഷണം അവിടെ നടക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ ഈ സംഭാഷണം നടക്കുന്നതിനിടയിൽ ഓടി മാർത്ത പോയി മറിയെ വിളിച്ചുകൊണ്ടു. മറിയയുടെ കരച്ചിൽ കണ്ടപ്പോൾ ആണ് നമുക്കറിയാം യേശുവിന് ദുഃഖമായി. യേശു കണ്ണുനീർ വാർത്തു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്കറിയാം ഇന്ന് ഈ കാലത്ത് കോവിഡ് വന്നു. സ്വത്രം നമുക്കറിയാം, ലോക്ക്ഡൗണുകളെല്ലാം വന്ന് ആരാധനകളെല്ലാം നിന്നുപോയി. എന്നാൽ അതിനകത്ത് ദൈവം ജനത്തിനു വേണ്ടി ഒരു വഴിത്തിരിവുണ്ടാക്കി. ജീസസ് ഈ കോവിഡ് വന്നേ പിന്നെയാണ് അന്ന് വരെ ഇല്ലാഞ്ഞൊരു പരിപാടി തുടങ്ങി, സൂം മീറ്റിംഗ്. വാസ്തവത്തിൽ ദൈവം തൻ്റെ ജനം ക്ഷീണിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അത് ഒരുക്കിയെങ്കിലും ജനം അതിനെ വേണ്ടുന്ന തലത്തിൽ ഒരു ചടങ്ങാക്കി മാറ്റിക്കളഞ്ഞു. ഇന്ന് എല്ലാവരുടെയും വീട്ടിൽ ആരാധന എത്തിയത് കൊണ്ട് അതിൻ്റെ ബഹുമാനമോ അതിൻ്റെ മഹത്വമോ ഒന്നും കണക്കാക്കാതെ ചുമ്മാ എന്തോ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കും. ജീസസ് എങ്ങും പോകണ്ടല്ലോ, വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ, അങ്ങനെ ഒരു ചിന്താഗതിയായിപ്പോയി. ജീസസ് പക്ഷെ മറക്കണ്ട, ഈ നാളുകളിലെ ദൈവജനത്തിന്റെ അവസ്ഥ കണ്ടിട്ട് വാസ്തവത്തിൽ യേശു കണ്ണുനീർ വാർക്കുകയാണ്. ഞാൻ കാൽവരിയിൽ എന്റെ രക്തം കൊടുത്ത വിലകളാണല്ലോ ഈ ഇരിക്കുന്നത് എന്നോർത്ത് പലപ്പോഴും യേശു ദുഃഖിക്കാറുണ്ട്, വാസ്തവമായി ദുഃഖിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നതാണ്, കൃത്യമായിട്ട് എനിക്കറിയത്തില്ല, എങ്കിലും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഹൃദയസ്പർശിയാണ്. ഒരു ദിവസം നമ്മുടെ ഭൂമിയിലെ സന്ധ്യാവേളയിൽ പിതാവ് പെട്ടെന്ന് പറഞ്ഞു ദൂതന്മാരോട്, കാഹളം ഊതാൻ എടുക്കുക, ഒരുങ്ങ. ജീസസ് അങ്ങനെ ദൂതന്മാർ കാഹളം ഊതുവാൻ ഒരുങ്ങി കാഹളം കയ്യിലെടുത്തു. പെട്ടെന്ന് യേശു വന്നു. യേശുവിന് മനസ്സിലായി കാഹളം ഊതാൻ പോവുകയാണ്, ഞാൻ പോണം. ജീസസ് എന്നാൽ യേശുവോട് നിന്ന് പിതാവേ കാൽവറിയിലേക്ക് നോക്കിക്കേ, ഞാൻ ചൊല്ലിയ രക്തത്തെ നോക്കിക്കേ, കുറെ പേരൂടെ രക്ഷപ്പെടാനുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടെന്ന് കാൽവറിയിലേക്ക് നോക്കിയപ്പോൾ പിതാവിന്റെ കോപം തണുത്തു. കാരണം മനുഷ്യന്റെ അതിക്രമം, മ്ലേച്ഛത, ദുഷ്ടത അതുപോലെ പെരുകി. ഹല്ലേലൂയ. പിതാവിന്റെ കോപം വർദ്ധിച്ചു. എന്നാൽ കാൽവറിയിലേക്ക് നോക്കിയപ്പോൾ ആ കോപം തണുത്തുപോയി. സ്വത്രം കേട്ടയാള് പറഞ്ഞാലോട് ചോദിച്ചു, സ്വത്രം നീ ഇതെങ്ങനെ അറിഞ്ഞു? ഇന്നലെ രാത്രി ദൈവസന്നിധിയിൽ നിന്ന ദൂതന്മാരിൽ ഒരാളാണ് ഞാനെന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നാം എത്തി നിൽക്കുന്ന ഈ കാലം വല്ലാത്ത കാലം. ഹല്ലേലൂയ. കോവിഡ് പല നിലകളിൽ മാറി മാറി വരികയാണ്. തീരുവല്ല പ്രിയമുള്ളവരെ, വകഭേദങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അടുത്തത് ഈ പിറകെ വരും, ഇതിലും കട്ടി കൂടിയത്. ഹല്ലേലൂയ. കഠിനമായത് പിറകെ വരുന്നുണ്ട്. ജീസസ് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഇടയിൽ ദൈവം തന്നെ ജനത്തെ സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തിന്റെ ജനം ഉണർന്നിരിക്കണം, തൻ്റെ വചനമെന്ന നിയമത്തിനകത്ത് നിൽക്കണം. ഹല്ലേലൂയ. പലപ്പോഴും നിലവിളിക്കുന്ന നിലത്തിന്റെ നിലവിളിയേക്കാൾ ഉപരി
കരയുന്നവരുടെ കരച്ചിനേക്കാൾ ഉപരി, വേദനിക്കുന്നവരുടെ വേദനയേക്കാൾ ഉപരി നശിച്ചു പോകുന്ന ആത്മാക്കളെ ഓർത്താണ് യേശു കണ്ണുനീർവാക്കുന്നത്. ജീസസ്, ഞാൻ കാൽവരിയിൽ അത്രയും വലിയ വില മുടക്കിയിട്ടു തിരിച്ചറിയുവാൻ കഴിയാതെ ഇവരെല്ലാം നിത്യനാശത്തിലേക്ക് പോകുന്നല്ലോ എന്നുള്ള ആ ദുഃഖം പലപ്പോഴും യേശുവിൽ നിന്ന് കണ്ണുനീർ വരുത്തുന്നുണ്ടെന്നുള്ളത് മറക്കണ്ട. മാത്രമല്ല, പുറകോട്ടുപോയ ദൈവജനം, ഓ ജീസസ്, പുറകോട്ടുപോയ ദൈവജനം, ഒതുങ്ങിപ്പോയ ദൈവജനം, ക്ഷീണിച്ചുപോയ ദൈവജനത്തിന്റെ പ്രവർത്തികൾ കണ്ടിട്ട്, ഓ ജീസസ്, സമശിഷ്ടങ്ങൾ എത്രയോ കഷ്ടത്തിലായിട്ടും അവരെ തിരിഞ്ഞു നോക്കുവാൻ മനസ്സില്ലാത്ത ആ ദൈവജനമെന്ന് പേര് പറയപ്പെടുന്നവർ, വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിട്ടും കഷ്ടത്തിലിരിക്കുന്നവർക്ക് കൊടുക്കുകയില്ലാത്ത ലേബലൊട്ടിച്ച ദൈവജനം, ജീസസ്, ഇവരെ ഓർത്തും യേശു ദുഃഖിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, മാറ്റം വരണം, മാറ്റം വരണം. പ്രിയമുള്ളവരെ, പറന്നു പോകേണ്ടവരാണ് ജീസസ്, പറന്നു പോകേണ്ടവരാണ് നാം, രക്ഷപ്പെടേണ്ടവരാ, നിത്യതയിൽ എത്തേണ്ടവരാ. അതാണ് നമ്മുടെ ലക്ഷ്യം, മറക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നത്തേതിൽ നാളുകൾ കഴിഞ്ഞപ്പോൾ യേശു അനുഗ്രഹത്തിലേക്ക് നടത്തി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിവിധ നിലകളിൽ ഇന്ന് ഞെരുങ്ങുന്നവരുണ്ട്, ഭാരപ്പെടുന്നവരുണ്ട്, കടമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, ദുഃഖമുള്ളവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു സമയം കൊണ്ട് തീരുവേലേ. ഈ ശരീരത്തിൽ നിന്ന് പ്രാണൻ വേർപെട്ടാൽ ആത്മാവ് നിത്യതയിൽ സന്തോഷിക്കത്തില്ലേ? ജീസസ്, അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. കർത്താവ് പറഞ്ഞില്ലേ, മുൻപേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെയും കിട്ടും. ഓ ജീസസ്. പ്രിയമുള്ളവരെ, മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും പറയാം, പ്രവർത്തിക്കാം, കാണിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്യരുതേ. അതൊന്നും കർത്താവിന്റെ മുമ്പിൽ വില പോകത്തില്ല. കാരണം വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ നീതി പ്രവർത്തികൾ കറപുരണ്ട വസ്ത്രം പോലെ എന്റെ മുമ്പിൽ നിൽക്കുകയാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു നീതി പ്രവർത്തിയും ചെയ്യേണ്ട, വലം കൈ ചെയ്യണമെന്നത് ഇടം കൈ അറിയേണ്ട. പ്രിയമുള്ളവരെ, ജീസസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു യേശുവിന്. കാരണം നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന യേശു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും ദൂരത്തു ഗ്രഹിക്കുന്ന ദൈവം. ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് പോയി பார்த்தாലും എന്റെ ദൈവത്തിന്റെ കണ്ണനെ കണ്ടുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ മുൻപിൽ ഒരു വശത്ത് നമ്മെ ഓർത്ത് ദുഃഖിക്കുന്ന കർത്താവ്, അതേ അപ്പോൾ തന്നെ വസ്തുവുമായി ദൈവകൃപയിൽ നിൽക്കുന്ന ജനം, ദൈവജനം നിലവിളിക്കുന്നെങ്കിൽ, കരയുന്നെങ്കിൽ, ഹല്ലേലൂയ, അവരുടെ അടുക്കൽ വന്ന് അവരോടുകൂടെ കണ്ണുനീർ വാർക്കുന്ന കർത്താവ് ജീസസ്. അതിനകത്തൂടെ കൈപിടിച്ച് നടത്തി. കണ്ടോ, ലാസറിന്റെ ഭവനത്തിൽ കടന്നിരുന്നു മുമ്പേ. ഹല്ലേലൂയ. അവിടെ ഇരുന്ന ഇടത്തുനിന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ലാസർ മരിക്കത്തില്ലായിരുന്നു. പക്ഷേ അവന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. എന്ത്? ദൈവനാമം മഹത്വപ്പെടണം. ജീസസ്. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ഞാൻ എന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. ഇത് മറന്ന പലരും യേശുവിനെ വിട്ട് വേറെ വല്ലവരെയൊക്കെ അടുക്ക പോകുന്നേ. ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്നതും നുറങ്ങിയിരിക്കുന്നതും വേദനിക്കുന്നതും എല്ലാം കർത്താവിനെ അറിയാം. ജീസസ്. കർത്താവ് പുറമേയല്ല നോക്കുന്നത്, അകത്തേക്കാണ് നോക്കുന്നത്. അകത്തെ മനോഭാവങ്ങൾ, അകത്തെ ചിന്തകൾ, ആലോചനകൾ എല്ലാം നന്നായി അറിയുന്ന കർത്താവ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സാന്നിധ്യം, ഒരു തീയുടെ സ്പർശനം പോലെ ആരോഗ്യവും തൊടുന്നുണ്ട്. ജീസസ്. ഏറ്റെടുത്തു. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം
1-ാം അധ്യായത്തിൽ നമുക്കറിയാം ഹല്ലേലൂയ ശമൂവേലിന്റെ അമ്മ ഹല്ലേലൂയ സ്തോത്രം ഹന്ന ജീസസ് ഹല്ലേലൂയ മക്കളില്ലാനോ നിമിത്തം കഷ്ടപ്പെട്ട് വളരെ വേദനിച്ച് ദുഃഖിച്ച് പെനീനായുടെ നിന്ദയും പരിഹാസങ്ങളും ദൂഷ്യങ്ങളും ഒക്കെ കേട്ട് തകർന്ന് മനസ്സ് കലങ്ങി മുറിഞ്ഞിരിക്കുമ്പോഴാ ഒരു പ്രാവശ്യം ഇവരുടെ എല്ലാം കൂടെ ആരാധനയ്ക്കായി ദൈവാലയത്തിലേക്ക് ചെന്നു. അന്ന് ഹന്ന ചെയ്തൊരു കാര്യമുണ്ട്. മറ്റവര് ഭർത്താവും പെനീനായും മറ്റു മക്കളും ഒക്കെ കൂടെ ആരാധിച്ചിട്ട് ബലിയർപ്പിച്ചതിന്റെ ഹല്ലേലൂയ ഇവർക്ക് കൊടുത്ത ഭാഗമൊക്കെ തിന്ന് സന്തോഷിക്കുമ്പോൾ ഹന്ന ദൈവാലയത്തിലേക്ക് കയറി ചെന്നു. അവിടെ ഇരുന്ന് ഹല്ലേലൂയ എന്ത് ചെയ്തു? തന്റെ ഹൃദയത്തെ പകർന്നു. അവിടെ നമ്മുടെ 13-ാം വാക്യത്തിൽ ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചോ, ഹല്ലേലൂയ മനസ്സ് കലങ്ങി വിങ്ങി വേദനിച്ച് ആ ഹൃദയം സംസാരിക്കുന്നത് അറിയുന്നത് ദൈവമുണ്ട്. ജീസസ് പുറമേയുള്ള പലർക്കും അത് മനസ്സിലാകത്തില്ല. കണ്ടോ, ആത്മക്കണ്ണ് കുരുടായി പോയ പുരോഹിതനും അത് മനസ്സിലായില്ല. പുരോഹിതൻ വിചാരിച്ചെന്നാ ഇവള് വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചിരിക്കുക, അവിടെ ലഹരി ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും അകത്തുനിന്ന് തിളയ്ക്കുന്ന വേദനകളും ദുഃഖങ്ങളും അറിയുന്ന കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ആകയാൽ അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും? വീഞ്ഞ് ഇറങ്ങട്ടെ. ഇതാ പുറമേ കാണുന്നവരുടെ ഭാവങ്ങൾ, പുറമേ കാണുമ്പോഴുള്ള മനോഭാവങ്ങൾ ഇതാണ്. ജീസസ് അതിന് തന്നെ ഉത്തരം അപ്പൊ ഇതൊക്കെ ഈ സഹോദരി പറയാണ്, അങ്ങനെയുള്ള യജമാനനെ അങ്ങനെയല്ല, ഒരു സ്ത്രീ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം. കണ്ടോ, ദൈവത്തിന്റെ സന്നിധിയിൽ എന്റെ ഹൃദയത്തെ ആത്മാവ് ഉണങ്ങിപ്പോയ പുരോഹിതനാണെങ്കിൽ, ആത്മക്കണ്ണ് അടഞ്ഞുപോയ പുരോഹിതനാണെങ്കിൽ ദൈവം ഒരു ആശ്വസിപ്പിക്കുന്ന വാക്ക് പുള്ളിയെ കൊണ്ട് പറയിപ്പിച്ചു. എന്നെ പറഞ്ഞു, അടുത്തത്, അടിയനെ ഒരു നീച സ്ത്രീയെ പോലെ വിചാരിക്കരുതേ. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ടാകുന്നു സംസാരിച്ചത്. അതിന് ഏലി, സമാധാനത്തോടെ പോയിക്കൊള്ളുക. ഇസ്രയേലിന്റെ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ എന്ന്. ഇസ്രയേലിന്റെ ദൈവത്തോട് നീ കഴിച്ച പ്രാർത്ഥനയുടെ മറുപടി ആ ദൈവം നിനക്ക് തരട്ടെ. അതുകൊണ്ട് നീ എന്ത് ചെയ്തു? സമാധാനത്തോടെ പൊക്കോ. ഹല്ലേലൂയ. ഈ പുരോഹിതൻ പറഞ്ഞത് ദൈവം അങ്ങനെ അങ്ങ് അംഗീകരിച്ചു, അന്നയെ അനുഗ്രഹിച്ചു. പിറ്റേ ആണ്ടിൽ അന്ന എന്ത് ചെയ്തു? ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ആ മകനാ ശമൂവേൽ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കി. ഇനി ശമൂവേലും ദൈവമായിട്ടുള്ള ഒരു സംവാദം നമുക്ക് കേൾക്കാം. ഹല്ലേലൂയ സ്തോത്രം. അത് തന്നെ ഹല്ലേലൂയ സ്തോത്രം. ഈ 1 ശമൂവേലിന്റെ പുസ്തകം ഹല്ലേലൂയ 16-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. 16. നമുക്കറിയാം, ശൗൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവസന്നിധിയിൽ അവൻ തെറ്റിപ്പോയി. അവൻ മത്സരക്കാരനായി മാറി. അങ്ങനെ ഹല്ലേലൂയ ദൈവം എന്ത് ചെയ്തു? ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞു. ശൗലിന്റെ കൂടെ ഹല്ലേലൂയ ദുരാത്മാവ് വന്ന് കയറി. ജീസസ് ഹല്ലേലൂയ. അപ്പൊ ഒരു ദിവസം ശമൂവേലിനും ദുഃഖമായി ശൗലിനെ രാജാവാക്കിയ നിമിത്തം. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഒരു രാത്രി ദൈവാത്മാവ് ശമൂവേലിനോട് പറഞ്ഞു, നീ എത്രത്തോളം അവനെ ഓർത്തേക്ക് ദുഃഖിക്കും, നീ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടണം. ഹല്ലേലൂയ. എവിടെ ചെല്ലണം? ബേത്ലഹേമിൽ ചെല്ലണം. അവിടെ പട്ടണം ചെല്ലുമ്പോൾ ഈശായെ നീ വിളിക്കണം. ആ കുടുംബത്തിൽ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറയും, അയ്യോ ശൗൽ അറിഞ്ഞാൽ എന്നെ കൊല്ലും, ഒന്നും ഭയപ്പെടണ്ട, നീ യാഗം കഴിക്കാനെന്ന ആ ഭാവത്തിൽ ഒരാട്ടിൻകുട്ടിയെ കൂട്ടിക്കോ. ഹല്ലേലൂയ. അങ്ങനെ ശമൂവേൽ എവിടെ ചെല്ലുകയാണ്?
ബേത്ലഹേമിൽ ചെല്ലിയാൽ ഇസ്രായേലിന്റെ ആലയിലെ മോശ കഴിഞ്ഞാൽ അടുത്ത വലിയ പ്രവാചകനാണ് ആ ശമൂവേൽ. ശമൂവേലിന്റെ വരവെങ്കിൽ പട്ടണക്കാർ വിറച്ചു. അല്ലെ, നിന്റെ വരവ് ശുഭം തന്നെയോ? ആലയിലേക്ക് കാരണം അത്ര റെസ്പെക്ട് ഉള്ള പ്രവാചകനാ വരുന്നത്, ജീസസ്. അല്ലേ ലൂയ്യ. അപ്പോൾ ആ ശമൂവേൽ പറഞ്ഞു, ഞാൻ ധ്യാനിക്കാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ വന്നോളൂ. ഈശായിയെ ശമൂവേൽ ശുദ്ധീകരിച്ചു, മക്കളെ കൂട്ടി. ആലേലിയ. അങ്ങനെ ആലേലിയ ഈശായി മക്കളുമായി വന്നപ്പോൾ ശമൂവേലോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്നെ പറഞ്ഞു, സ്തോത്രം, 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അവർ വന്നപ്പോൾ 16 അവർ വന്നപ്പോൾ ശമൂവേല് ഏലിയാബിനെ കണ്ടിട്ട് മുൻപാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മതി, അവിടെ നിർത്തിക്കേ. അപ്പം ശമൂവേൽ നോക്കിയപ്പോൾ എന്തുണ്ട്? ഈ ഏലിയാബിന് നല്ല മുഖശോഭയുണ്ട്. അതുകൊണ്ടാണല്ലോ മുഖമോ പൊക്കമോ. അപ്പൊ നല്ല ഹൈറ്റും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ആര്? മൂത്ത മകനാകുന്ന ഏലിയാവ്, ജീസസ്. അപ്പൊ ദൈവം പറയാണ്, നീ അവന്റെ മുഖത്തെ വെളുപ്പായിരിക്കും, മുഖമോ പൊക്കമോ നോക്കരുത്. പൊക്കത്തിനകത്ത് ഹൈറ്റും കാണും, നോക്കരുത്, ഞാനവനെ തള്ളിയിരിക്കും, ജീസസ്. അപ്പൊ ദൈവം നോക്കുന്നത് മുഖമോ, മുഖത്തെ ചിരിയോ, പൊക്കമോ വണ്ണമോ ഒന്നുമല്ല ദൈവം നോക്കുന്നത്, അകം, ഹൃദയം. ഹാലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹൃദയം തകർന്നിരിക്കുന്നവരുടെ അകത്തെ ഹൃദയത്തെ കാണുന്ന ഒരു കർത്താവ് ഹാലേലൂയ ഉണ്ടെന്ന് മറക്കണ്ട. യേശു നമ്മൾ വായിച്ചു ഹൃദയാക്കം മറക്കണ്ട. കണ്ണുനീർ വാർത്തു എന്ന ദുഃഖത്തിൽ നമ്മോട് ചേരുന്ന, പങ്കെടുക്കുന്ന, പങ്കുചേരുന്ന യേശുവിന്റെ ഹാലേലൂയ സ്തോത്രം. കണ്ണ് സാധാരണ കണ്ണല്ലെന്ന് മറക്കണ്ട, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. ആ കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ ഹാലേലൂയ ദൈവം പറഞ്ഞു, എന്നെ വേണം, ഞാനത് തള്ളിയിരിക്കും. ഹാലേലൂയ. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു? അടുത്ത പറയുന്നുണ്ട്, മനുഷ്യൻ പലതും കാണും, പലതും കേൾക്കും, പലതും പറയും, പക്ഷേ യഹോവയോ ഹൃദയങ്ങളെ നോക്കുന്നു, ജീസസ്. ഹാലേലൂയ. നമുക്കറിയാം, ഹാലേലൂയ സ്തോത്രം. ഈശായി അടുത്ത ഓരോരുത്തരെയും അങ്ങനെ വരുത്തി. പിന്നെ ഈശായി അവനെ അങ്ങനെ ഈശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഈശായിയോട് ഇവരെ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പുത്രന്മാർ എല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ ഇനിയും ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കാവുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഈശായിയോടെ, ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം വന്തിയിലിരിക്കയില്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാല് നീ ദാവീദിനെ കുറിച്ചൊരു വർണ്ണന ഇവിടെ പറയാൻ നോക്കി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയും ആയിരുന്നു. കേട്ടോ, ദാവീദിന്റെ നിറം പറയുന്നുണ്ടോ? പവിഴ നിറമുള്ളവൻ, സുനേത്രൻ, സുന്ദരമായ കണ്ണുകളുള്ളവൻ, പിന്നെ കോമളരൂപി, മൊത്തത്തിൽ സൗന്ദര്യമുള്ളൊരു വ്യക്തിയായിരുന്നു ദാവീദ്. എന്നാൽ ഈ പുറമേയുള്ള സൗന്ദര്യത്തെക്കാൾ ദാവീദിന്റെ ഹൃദയം കണ്ട ദൈവം നമുക്കറിയാം. പിന്നത്തേതിൽ അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ എഴുതിയിട്ടുണ്ട്, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഹല്ലേലൂയ. ഇതാ ചേട്ടന്മാരും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് ഹല്ലേലൂയ സ്തോത്രം, ഇസ്രായേലിന്റെ വലിയ പ്രവാചകന് പോലും അത് മറഞ്ഞിരുന്നു. ഏത്? ദാവീദിന്റെ ഹൃദയത്തിന്റെ പ്രകാശനം. എന്നാൽ ദൈവം പറഞ്ഞു, ജീസ് ഹല്ലേലൂയ, മനുഷ്യൻ പുറമേ നോക്കുമ്പോൾ അകത്തേക്ക് നോക്കുന്ന ദൈവം. ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, ഞരക്കങ്ങൾ, ഇതെല്ലാം കാണുന്ന ഒരു യേശുവുണ്ട്, ജീസസ്. ഈ മഹാമാരിയുടെ കാലത്ത് ആ പാദത്തിങ്കൽ ഹല്ലേലൂയ ഇരുന്ന് കേൾക്കാൻ ഒരു മനസ്സുണ്ടോ?
മനസ്സുണ്ടോ? ആ പാദത്തിൽ ഇരുന്നൊന്ന് കേൾക്കാൻ, ആ പാദത്തിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ ഒരു മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആലോചനകൾ നിങ്ങളെ അറിയിക്കും. ജീസസ് ചെങ്കടലിൽ കൂടെ കടത്തിവിട്ടതുപോലെ ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ നടുക്കൂടെ കൈപിടിച്ച് കടത്തി. മഹാമാരി നിങ്ങളെ തൊടുവാൻ സമ്മതിക്കത്തില്ല. മറ്റ് വിഷയങ്ങൾ നിങ്ങളെ ഞെരുക്കി തകർത്ത് കളയാൻ അനുവദിക്കത്തില്ല. നമുക്കറിയാം, ഈ നാളിൽ പൈശാചിക ശക്തികൾ മുഴുബലത്തോടെ പോരാടുകയാണ് മുഴുബലത്തോടെ. കാരണം അവരുടെ സമയം തീരാറായി എന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് മുഴുബലത്തോടെ പോരാടുകയാണ്. അതുകൊണ്ട് അനേക ദൈവമക്കൾ ക്ഷീണിച്ച് ഇവന്റെ കെണിയിൽ പെട്ടുപോകുന്നത്. ജീസസ്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, തിരിച്ചറിയട്ടെ, നിങ്ങൾ നിലവിളിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരു ദുഃഖത്തിൽ, ഞരക്കത്തിൽ, രോഗത്തിൽ, വേദനയിലാണ് നിലവിളിക്കുന്നെങ്കിൽ, നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് കൂടെ ഇരുന്ന് കണ്ണുനീർ ഒഴുക്കുന്ന യേശു ഹല്ലേലൂയ തഴുകി തലോടി ആശ്വസിപ്പിച്ച് അതിനകത്തൂടെ കൈപിടിച്ച് നടത്തി അക്കരെ എത്തിക്കുവാൻ ശക്തനായവൻ. എബ്രായലേഖനം ഇങ്ങനെയാണ് പറയുന്നത്, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ള യേശു വെറുതെ കരഞ്ഞ് മനുഷ്യത്വത്തിൽ ഇരുന്നപ്പോൾ കരഞ്ഞു, തന്റെ ദുഃഖം കാണിച്ചെങ്കിൽ ഇന്ന് കരയല്ല, മറിച്ച് കരയുന്നതോട് കൂടെ ഇരുന്നിട്ട് തന്റെ സാന്നിധ്യം കൊണ്ട് അവരെ ബലപ്പെടുത്തി ശക്തീകരിച്ച് കൈപിടിച്ച് അക്കരെ കൊണ്ടുപോകുന്ന കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് താൻ മനുഷ്യത്വത്തിലല്ല പ്രിയമുള്ളവരെ, ഇന്ന് താൻ രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ നിയന്ത്രിക്കുന്ന യേശു. ഹല്ലേലൂയ. രക്തത്താൻ ജയമെടുക്കുന്നു. ആ യേശു കർത്താവിനോട് അടുത്തു ചെല്ലുവാൻ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ അല്പം ഒന്ന് മാറുവാണ്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, പ്രയാസങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു. ഇല്ലും കണ്ടിട്ട് വാസ്തവമായി നിലവിളിക്കുന്നെങ്കിൽ യേശു അടുത്തു വരും. നിശ്ചയമാണ്. ശരിയായി നിങ്ങൾ ഉള്ളത്തിൽ നിന്ന് നിലവിളിക്കുന്നെങ്കിൽ, കണ്ണുനീരൊഴുക്കുന്നെങ്കിൽ നിശ്ചയമായും യേശു അടുത്ത് വന്നിരിക്കും. വിഷയത്തിന് വിടുതൽ വന്നിരിക്കും. ജീസസ്. ഒറ്റ കാര്യം, കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, മറക്കരുത്. ജീസസ്. യേശുവിന് പ്രസാദമുള്ളത് ചെയ്യുവാൻ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അത് ആത്മാക്കളെ നേടുക, കാണുന്നവരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം, മറക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ കൂടുതലും നിലവിളിക്കുന്നത്. അല്ലെ, അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കാൻ ആരുമില്ല, എല്ലാവരും അവരവരുടെ വയറിന് വേണ്ടി ഓടുന്നു. യേശു ക്രിസ്തുവിന്റെ കാര്യം നോക്കാൻ ആരുമില്ല. ജീസസ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മറക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശു ആഗ്രഹിക്കുന്നത് ഒരു 10 വർഷം മുമ്പ് ഞങ്ങൾ ഏത് അനുഭവത്തിലായിരുന്നോ അതിൽ തുടരാനല്ല. അഥവാ ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിലവിളിച്ച് മേടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് സുഖമായി ഇരിക്കുക, അതല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു മാറ്റം വരണം. ഈ അന്ത്യനാളുകളാണെന്നും ജനകോടികൾ നിത്യനാശത്തിലേക്ക് പോകുന്നു എന്നും ഒരു തിരിച്ചറിവ് വന്നിട്ട്. ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി പഴയത്തിലെ തന്നെ പറയുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ശിംശോൻ. ജീസസ്. ശിംശോനെ ഉയർത്താനല്ല, മറിച്ച് ശിംശോൻ ചെയ്തൊരു കാര്യം പറയുന്നേ നമുക്കറിയാം. ഹല്ലേലൂയ. ശിംശോൻ ഹല്ലേലൂയ ഫെലിസ്ത്യരുടെ വയലിലേക്ക് ചെന്നു. ജീസസ്. വയലെല്ലാം ഇങ്ങനെ വിളഞ്ഞു കിടക്കുകയാണ്. ജീസസ്. 300 കുറുക്കന്മാരെ ഇങ്ങോട്ട് പിടിച്ചു. വളരെ അസാധ്യമായ കാര്യമാണ്. മാനുഷിക നിലയിൽ ഒരു വ്യക്തിക്ക് ഒരു കുറുക്കനെ പിടിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ഇത് 1ഉം 2ഉമല്ല, 300 കുറുക്കന്മാരെ തന്റെ മേൽ വ്യാപരിച്ച ആ അഭിഷേകത്തിന്റെ പവർ, ആ പവർ, ഈ കാന്തം
ഇരുമ്പിനെ ആകർഷിക്കുന്ന പോലെ ഈ കുറുക്കന്മാരെ ഇങ്ങോട്ട് ആകർഷിച്ചു കൊണ്ടുവന്നു. ജീസസ്. ഞാൻ മറുവശത്തേക്ക് വരും. ആരെ ഓർത്തു? എന്നിട്ട് എന്ത് ചെയ്തു? 2 കുറുക്കന്മാരെ ചേർത്ത് നിർത്തി. പ്രാക്ടിക്കലായിട്ട് വലിയ പ്രയാസമുള്ള കാര്യമാണ്. 2 കുറുക്കന്മാരെ ചേർത്ത് നിർത്തി. 2 വാലുകൾ 2 കുറുക്കന്മാരുടെയും വാല് കൂട്ടിക്കെട്ടി. എന്നിട്ട് അതിന് നടുക്കോട്ട് ഒരു പന്തം കൂടെ വെച്ച് കെട്ടി. ജീസസ്. ഹല്ലേലൂയ. തീ കൊടുത്തിട്ട് ഫെലിസ്ത്യരുടെ വയലിലേക്ക് വിട്ടു. വാലിന് തീ പിടിച്ചപ്പോൾ പിന്നെ നിൽക്കത്തില്ല. കുറുക്കന്മാരോട് ഒറ്റ പാച്ചിലായിരുന്നു. വയലിൽ വിളഞ്ഞു നിന്ന വിളവുകളെല്ലാം കത്തിച്ചു കളഞ്ഞു. ജീസസ്. പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ നമ്മളെ നശിപ്പിക്കുന്ന കുറുക്കന്മാരുണ്ട്. നമ്മൾ ഉത്തമത്തിൽ വായിക്കുമ്പോൾ ചെറുകുറുക്കന്മാരെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. ജീസസ്. ഈ നമ്മുടെ നന്മകൾ, ആരോഗ്യം, വിളവ്, അനുഗ്രഹങ്ങൾ, കുഞ്ഞുങ്ങളുടെ ഭാവി, ഉയർച്ച, ഇതൊക്കെ നശിപ്പിക്കുന്ന കുറുക്കന്മാരുണ്ട്. എന്നാൽ മറുവശത്ത് നമ്മൾ ആത്മാവിലൊന്ന് വിലപ്പെട്ടിട്ട് ഹല്ലേലൂയ കുറുക്കന്മാരെ പോലെ വാലിന് തീപിടിച്ചവരായി ശത്രുവിന്റെ പാളയത്തിലേക്ക് ഓടിക്കയറാൻ ഒരാർത്തിയും വെമ്പലും ഉണ്ടെങ്കിൽ ചോദിച്ചു മേടിക്കുക. ആത്മാവിന്റെ തീ ചോദിച്ചു മേടിക്കുക. ആത്മാവിന്റെ തീ ചോദിച്ചു മേടിക്കുക. എന്നിട്ട് ആ തീ പിടിച്ചോട്. ഹല്ലേലൂയ. ഈ അന്ത്യനാളുകളിൽ യേശു അതാ ആഗ്രഹിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ ആ കുറുക്കന്മാർ തീ പിടിച്ചപ്പോൾ, വാലിന് തീ പിടിച്ചപ്പോൾ, അവരോടി ശത്രുവിന്റെ പാളയങ്ങളെയും അവരുടെ വിളവുകളെയും നശിപ്പിച്ചെങ്കിൽ, കത്തിച്ചു കളഞ്ഞെങ്കിൽ, ഇതേ പൈശാചിക സ്ട്രോങ് ഹോൾഡുകൾ, പൈശാചിക മൂടുപടങ്ങൾ, ഇതൊക്കെ കത്തിച്ചിതറിപ്പോകണമെങ്കിൽ തീ പിടിച്ച ചിലര് ഓടി നടക്കണം. തീ പിടിച്ച ചിലര് ഓടി നടക്കണം. ഈ അന്ത്യനാളുകളിൽ യേശു അതാ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പകർന്നു തരുവാൻ റെഡിയായി നിൽക്കുകയാ. ആർത്തിയുണ്ടോ? വില കൊടുക്കാൻ തയ്യാറാകണം. ആർത്തിയുണ്ടോ? ചോദിച്ചു മേടിക്കാൻ. ആ തീ എന്നിൽ പകരണമേ കർത്താവേ, ആ തീ എന്നിൽ പകരണമേ എന്ന് ചോദിച്ചു മേടിക്കുവാൻ എത്ര പേർക്ക് ആർത്തിയുണ്ട്? അവരെയാണ് കത്തിച്ചു വിടാൻ പോകുന്നത്. ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഒരു വേള ആ തീക്കകത്ത് കത്തിച്ചാരമായാൽ മറുവശത്ത് തേജസ്സോടെ വിളങ്ങും. ഹല്ലേലൂയ. ജീസസ്. തീയുടെ സ്പർശനം ആരുടെയൊക്കെ മേലെ ഇറങ്ങുന്നുണ്ട്. ആരുടെയൊക്കെ മേൽ തീ ഇറങ്ങുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുക്കാൻ മനസ്സുണ്ടോ? ആ തീ എന്നിൽ പകരണമേ കർത്താവേ, ആ തീ എന്നിലേക്ക് അയക്കണമേ. അങ്ങേക്ക് വേണ്ടി ഒന്ന് ഓടുവാൻ, വെറുതെ കൂടാനല്ല, വെറുതെ നടക്കാൻ, എക്സർസൈസ് ചെയ്യാൻ നടക്കുന്നില്ലേ, അതുപോലെ നടക്കാനല്ല. ഹല്ലേലൂയ. സ്വത്രം തീ പിടിച്ചോടുവാൻ. ജീസസ്. ഹല്ലേലൂയ. ആ ഓട്ടത്തിൽ സ്ലൈഡിൽ നിൽക്കുന്നവരെ മുന്നിലും പിറകിലും ഉള്ളതൊക്കെ കത്തി ചിതറിപ്പോകും. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ തുടക്കം നടക്കണ്ട. യേശു കണ്ണുനീർ വാർത്തു. ഞാൻ പിതാവിനോട് ചോദിച്ചു കാര്യസ്ഥനെ അയച്ചു കൊടുത്തു. ഇനി ഹല്ലേലൂയ ഏറ്റവും ശക്തമേറിയ കാര്യസ്ഥന്റെ പകർച്ച വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിന് 7 ആത്മാക്കൾ. ഞാൻ ഇതൊക്കെ എന്റെ ജനത്തിന് വേണ്ടി ചെയ്തിട്ടും അവരിന്നും ഉറങ്ങുകയാണല്ലോ, അവരിന്നും ക്ഷീണിച്ചു പോയല്ലോ, അവരിന്നും ഒതുങ്ങിയിരിക്കുകയാണല്ലോ, അവരിന്നും പിന്നെയും പഴയ അടിമനുഖത്തിന്റെ കീഴിലാണല്ലോ. ഇതോർക്കുമ്പോൾ യേശു ദുഃഖിക്കുകയാണ്. ജീസസ്. Hallelujah. Thank you, Holy Spirit.
അടകന ഘടകവർ അന്ധന ഘടകന അർത്ഥന കറകല ഹസ്തൽ കറുകന അർത്ഥന അറികതന ഹന്തന ആ റഖ റഗതന ഘടകന ഹന്തൽ പ്രവരക റൈഷി റമലേ ഹന്തൽ പ്രവരക ഓറ ശബര റഗതന ഹത്തുര ഹന്തൽ പ്രവര റീബൽ കറുകന അത്തുര ഘടകന ഘടകാറികന ഹന്തൽ പ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നമ്മൾ വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ദൂരെ ഇരുന്ന് ശതാധിപന്റെ ബാല്യക്കാരന് സൗഖ്യമാകത്തക്കവണ്ണം ശക്തി പുറപ്പെട്ടെങ്കിൽ, ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ ദൈവാത്മാ കാണിച്ച കാഴ്ച, പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ചെറിയ റോക്കറ്റുകൾ പോലെയുള്ളത് പിള്ളേർ കത്തിച്ചുവിടും. അത് പറന്ന് കുറെ ദൂരം പോകും. ചിലതിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ പോകും. ചില ദൂരം കുറെ ദൂരം അത് പറന്നു പോകും. ഇതുപോലെ ആത്മാവിൽ തീ പിടിച്ചാൽ ചില പറന്നു പോകുന്ന അനുഭവം വെളിപ്പെടും. ഉറകാർ അവരിൽ നിന്ന് ശക്തി പുറപ്പെടും. പുറപ്പെട്ട ദൂരെ ഇരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കും, വിടുതൽ പ്രാപിക്കും. യെസ് ഹല്ലേലൂയ. യെസ് ആർത്തിയുണ്ടോ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ദുമന റഗദന റഗദന ഹത്തുന അന്തല പ്രവരകറൈടേറവരെ അടവര വക്ഷ പ്രവരകറം ശീരുവരെ അടല കടക്കവരാജകറന്തൽ കടകര അടകാറവര. ചില തടസ്സങ്ങൾ ആര്യ സഹോദരിമാർ പറഞ്ഞു, ആര്യക്കല്ല് തൊട്ട് മാറ്റും. യേസ് അവനിൽ പറഞ്ഞുകൊണ്ട് പോകുന്നതിനുള്ളിൽ തന്നെ ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റിയതുപോലെ ചിലരുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങളെ ഉരുട്ടി മാറ്റുവാൻ ദൂതൻ ഇറങ്ങി വരുമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ, ഓ നന്ദി പരിശുദ്ധാത്മാവേ. വെള്ളച്ചാട്ടം പോലെ ഞാൻ എന്റെ ശത്രുക്കളെ തോൽപ്പിച്ചുവെന്ന് ദാവീദ് പറയുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, ദേശത്ത് വാദിച്ചുന്ന പോരാടുന്ന പല മണ്ഡലങ്ങളെ പല ഹല്ലേലൂയ വെള്ളം ഒഴുക്കിക്കളെ കൊണ്ടുപോകുന്നത് പോലെ നിങ്ങൾക്ക് തീ പിടിക്കാമോ? തീ പിടിച്ചാൽ ദേശത്ത് നിന്ന് അവയെല്ലാം ഒഴുകിപ്പോകുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. രാജൻ എന്ന ദൈവാത്മാവ് ഇടപെടുന്നു. പേര് പറയുന്നു രാജൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദര, നീ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ജീസസ് മേഘം ഇങ്ങനെ ഇറങ്ങി നിന്റെ അടുക്കിലേക്ക് വരുന്നത് കണ്ണുകൊണ്ട് കാണും. ദൈവ തേജസ് ആകട്ടെ, മേഘമല്ല, ദൈവ തേജസ് ഇറങ്ങി വരുന്നത് ഹല്ലേലൂയ കാണുവാനിടയാകും. ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഉടയരഘടക അടയര ഘടക അടകക്ഷയുടെ റീബൽ കറുകര അർത്ഥപ്രവര റൈഡപ്രവര ഹല്ലേലൂയ റൂഡാറവര അടകര ഘടക അടകാറവര സൈഡ് റോഡിന്റെ സൈഡിലെ ഓട അതിന്റെ സ്ലാബ് ഒടിഞ്ഞു പോയാൽ നിശ്ചയമായും അറിയാതെ വരുന്നവർ അതിനകത്ത് വീഴും. അതുപോലെ നിനക്ക് വേണ്ടി ചില കെണികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ വിജിലന്റ് ആയിരിക്കുക, ഉണർന്നു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കുക. ഓ റബ റബ റഖമനമസി അർത്തുന റഗദന ഹന്തലപ്രമന. താങ്ക് യു ജീസസ്. റൂഡേറവരെ റൂഡേറവരെ അർത്തേറിവരെ അതന വറുക്കേ റഗദനെ ഹന്തലപ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. നന്ദി പരിശുദ്ധാത്മാവേ. യേശുവേ കൃപ കൃപ. റൂഡാറബ റഗൽകര അധികാരകര. ശൂലം വന്ന് കുത്തുന്നത് പോലെ വേദന അനുഭവിക്കുന്ന ആരോ ദൈവാത്മാ കാണുകയാണ്. ശൂലം വന്ന് കുത്തുന്നത് പോലെ വേദന. ഇരിക്കുമ്പോൾ ഇരിക്കാൻ കഴിയത്തില്ല, കിടക്കുമ്പോൾ കിടക്കാൻ കഴിയത്തില്ല. ജീസസ്. അങ്ങനെ വേദനിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദുഷ്ടപീശാചൻ ജീസസ് യേശുവിന്റെ നാമത്തിൽ സർവശക്തന്റെ തീ നിന്നെ കത്തിക്കട്ടെ. സർവശക്തന്റെ തീ നിന്നെ കത്തിക്കട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്ന നീ പുറപ്പെട്ടു വന്നിടത്ത് മടങ്ങിപ്പോ. അവിടെ പോയി കുടിയിരിക്കാൻ. ഉറയാറകതര ഹത്തുര അക്ഷരപ്രവരക റൈഷി റിവരി ഹന്തരപ്രവരക റൈഷി റിവരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. Thank you, Jesus. Hallelujah.
അറഹ അറകര ഹടക അറകതര അത്തുര റിവരെ ഹന്തൽ പ്രവലി റൗഷേറവരെ ഹറുമേ റമനെ അൽഹേറവനെ അർത്ഥപ്രവനകസി അസ്തനപ്രവനക റൈഡപ്രവനക അല്ലേ ദൈവന്മാവനെ ഹാലേലിയ ഒരു കാഴ്ച കാണിക്കുന്നത് രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഹാലേലിയ ഉറക്കത്തിൽ നിന്ന് കട്ടിലിൽ നിന്ന് താഴെ വീഴും. എന്നാൽ വീണിട്ട് ചാടി എഴുന്നേറ്റിട്ട് നൃത്തം ചെയ്യും. ആ വീഴുന്ന കൂട്ടത്തിൽ ഒരു പൈശാചിക ബാധ പ്രവേശിക്കും. ഓ ഹാലേലു കൈയും കാലും ഒക്കെ കാണിച്ച് ഡാൻസ് കളിക്കും. ജീസസ് റീതാരകന റീതൽ കന്യക അൽക്കനെ റിഗതരെ ഹന്തലപ്രവര. ഒരു സമയം കഴിയുമ്പോൾ വിട്ടുപോകും, വന്നിടത്തേക്ക് പോകും. ജീസസ് ഹാലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കട്ടെ. ഹാലേലൂയ. ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, വിടുതൽ തരുവാൻ യേശു മതിയായവനാ. അർത്ഥന കറുകന ഘടകാറിവരെ അർത്ഥരെ നികതരെ ഹന്തൽ പ്രവര. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, രാവിലെ മുതൽ ഞങ്ങളുടെ സന്നിൽ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ആരാധിപ്പാൻ ഞങ്ങളെ ശക്തീകരിച്ചു. അങ്ങയുടെ മഹത്വം കാണുവാൻ, അങ്ങയുടെ ആലയത്തിന്റെ മനോഹരത്വം കാണുവാൻ കൃപ തോന്നിയല്ലോ. നന്ദി കർത്താവേ, നന്ദി 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 അപ്പ, നന്ദി. ഹല്ലേലൂയ. വചനം കേൾക്കുന്നു, കേട്ട തുടർന്ന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. ഓരോരുത്തരുടെ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ കരം പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരും ഭാരപ്പെടുവാനോ ഞരങ്ങുവാനോ അനുവദിക്കണം. എല്ലാവരുടെയും ഉള്ളിലേക്ക് യേശുവിന്റെ സമാധാനം ഇറങ്ങട്ടെ, സന്തോഷം ഇറങ്ങട്ടെ. തകർന്നിരിക്കുന്ന വ്യക്തികൾ, തകർന്നിരിക്കുന്ന കുടുംബങ്ങളൊക്കെ പണിയപ്പെടട്ടെ. ഹല്ലേലൂയ. ഭാരങ്ങൾ മാറി എല്ലാവരും ഫ്രീ ആകട്ടെ, വഴികൾ തുറന്നു വരട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പർ കൊണ്ട് വിളിക്കാം. ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നു മുതൽ കർത്താവിന്റെ വരി ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 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 ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.